ജോലിയൊക്കെ ആയില്ലേ, കുറെ നാളായി, ജോലിയൊക്കെ ആയി. ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇങ്ങനെ നടന്നാൽ മതി? ഒരു കൂട്ടിന് കൂട്ട് വേണ്ടേ? എല്ലാ നാട്ടിലും കാണും ചൊറിയന്മാരായിട്ടുള്ള കുറച്ച് അമ്മാവന്മാര്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒരു ജോലിയില്ല, വെറുതെ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുക, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികൾ എണ്ണുക, ആൾക്കാരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരുത്തുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ മെയിൻ ജോലി. ഞങ്ങളുടെ അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിലിന്റെ ഇരിക്കുന്ന കോൺക്രീറ്റ് പോർഷനകത്ത് കറക്റ്റ് അവരുടെ ചന്തിയുടെ ഷേപ്പ് വരെ ആയിട്ടുണ്ട്. അത്രയും നാൾ അവിടെ ഇരുന്നിരുന്ന് ഉണ്ടായതാണ് അതെല്ലാം. അപ്പൊ ഈ അമ്മാവന്മാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബസ് കയറാൻ വരുന്നവരും അതുപോലെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നവരുടെ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഏത് വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യുക. അതൊക്കെ ഞങ്ങളുടെ ആ പഞ്ചായത്തിൽ ഒന്നും തന്നെ CCTV ക്യാമറാസ് ഇല്ല. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് അമ്മാവന്മാരാണ്. എന്ന് വെച്ചാൽ ഏതൊരു കാര്യം എവിടെ സംഭവിച്ചാലും ആദ്യം പോലീസ് വന്ന് ചോദിക്കുന്നത് ഇവരോടാണ്. എന്ത് സംഭവിച്ചു, എവിടെ എന്ത് സംഭവിച്ചു എന്ന്. അപ്പൊ ഇത് കറക്റ്റ് ഡേറ്റ് അനുസരിച്ച്, സമയം അനുസരിച്ച് അവരുടെ ഡയറി നോക്കി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഈ സാറേ ഇന്ന ആൾക്കാർ ഇവിടെ പോയായിരുന്നു ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ അമ്മാവന്മാരുടെ മെയിൻ ജോലി ഇതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരോട്, അവിടെ ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ പല ആൾക്കാർ വന്ന് പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരോട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്തുമാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കും. ഇനി പഠിച്ചു കഴിഞ്ഞെങ്കിൽ എന്തോ എടുക്കുക എന്നൊക്കെ ചോദിക്കും. ഇപ്പം എനിക്ക് നേരിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ വരുന്നു. അത് കഴിഞ്ഞപ്പോൾ എവിടാ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും. നമ്മൾ +2ലാണ് ചേട്ടാന്നൊക്കെ പറയും. +2 കഴിഞ്ഞ് ഇനി എന്തോ പരിപാടി, റിസൾട്ട് വരുന്നിടം വരെ കാത്തിരിക്കും. റിസൾട്ട് ഇങ്ങനെ വരുന്ന ആ നിമിഷം വരെയും ഇങ്ങനെ വിമ്പി നിൽക്കും. ഇത് ചോദിക്കണം, എന്താ റിസൾട്ട് എന്താ, ഇത് വരാതെ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. റിസൾട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം കാലെടുത്ത് വെളി വെക്കുമ്പോഴത്തേന് താണ്ടി ഈ അമ്മാവന്മാര് ഫ്രണ്ടിൽ, മോനെ +2ലല്ലായിരുന്നു, എന്തായി റിസൾട്ട്, ഏതാണ് ചോദ്യം. എന്തുവാ, എത്ര A+ ഉണ്ടെന്ന് അറിയണം. എന്തിനാ? ഈ A+ കൊണ്ടാണോ ഇവര് വീട്ടിൽ പോയി കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്? ഒന്നുമല്ല, ചുമ്മാ ഒരു മനസ്സുഖം. എന്നിട്ട് എങ്ങാണ് ഇനി ഒരു 2 A+ കുറവാണെന്ന് വെച്ചു, അവരെ പൈലിക്കാൻ വിട്ട വെറുതെ തന്തയുടെ പൈസ കൊണ്ട് കളയാൻ വേണ്ടി പോയതാന്ന് പറയും. സത്യമല്ലോ? ഇനി എങ്ങാണ് നല്ല A+ വെച്ചത്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എളുപ്പമായിട്ട്. പണ്ട് നമ്മുടെ സമയത്തെ 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എന്ത് പാടാന്നറിയാവോ? ഇപ്പൊ ചുമ്മാ മാർക്ക് കൊടുക്കുവാണ്. ഏത് എന്ന് പറയും. എന്നുവെച്ചാൽ നല്ലത് ചെയ്താലും കുറ്റം, പന്നല് ചെയ്താലും കുറ്റം. ഇനിയിപ്പം IAS കാരനായാലും പറയും ഡാപ്പ് വെച്ച IAS ആയെന്ന് പറയുന്ന ടീമാണ്. ഇനിയിപ്പൊ പൊട്ടിയെന്ന് വെച്ചോ, എന്നാ പിന്നെ തീർന്നു. ഇവനെയൊക്കെ അന്നേ പറഞ്ഞതാ തന്തയോട്, വെറുതെ പഠിക്കാൻ വിടുക, വല്ല കൈത്തൊഴിൽ പഠിച്ചായിരുന്നെങ്കിൽ ഇന്ന് രക്ഷപ്പെടായിരുന്നു എന്ന് പറയും. ഇനിയിപ്പം +2 കഴിഞ്ഞെന്ന് വെച്ചോ, അത് കഴിഞ്ഞ് നമ്മളിപ്പം വല്ലച്ചാല എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കോളേജിൽ കയറിയെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ബിടെക്കിന് കയറിയപ്പം എനിക്ക് പോലും അറിയത്തില്ല ഞാൻ ഏത് സെമിസ്റ്ററിലാണ് പഠിക്കുന്നതെന്ന്. പക്ഷെ നാട്ടിലെ അമ്മാവനറിയാം നമ്മൾ ഏത് സെമ്മിലാണെന്നും. നമുക്ക് എല്ലാ സെമ്മിലും എത്ര മാസം കഴിയുമ്പോഴാണ് ഒരു സെമ്മ് മാറുന്നതെന്ന് പോലും അവർക്കറിയാം. എന്നുവെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്ന എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ അറിയാത്ത കാര്യങ്ങളാണ് ഈ അമ്മാവന്മാർക്ക് അറിയാവുന്നത്. ഇനിയിപ്പോൾ പക്ഷെ എനിക്കറിയത്തില്ല ഇവർ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടൈപ്പ് ആണോ എന്തുവാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോൾ ഇവരെന്തായാലും അറിയും. യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഓരോ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കും, മോനെ നീ 2nd സെമിസ്റ്ററിലല്ലായിരുന്നു, റിസൾട്ട് വന്നായിരുന്നു, ഇത് അറിയണം. റിസൾട്ട് വന്നോന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇവർക്ക്. ഇനിയിപ്പം നമ്മൾ 4 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് വെച്ചോ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇവർക്കറിയാം ഡിഗ്രിക്ക് പോയാൽ എത്ര വർഷമാണെന്നും അറിയാം, ബിടെക്കിന് പോയാൽ എത്ര വർഷം ഉണ്ടെന്നറിയാം, എംടെക്കിന് ഏതൊരു കോഴ്സസിൻ്റെയും ടൈം പീരീഡ് എത്ര ആണെന്നും എത്ര സെമ്മാണെന്നും എല്ലാം അവർക്കറിയാം. റിസൾട്ട് വരുന്നത് എപ്പോഴാണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഗൂഗിളിൽ മാർക്ക് പബ്ലിഷ് ചെയ്യുന്നത് വിറ്റിട്ട് ഈ അമ്മാവന്മാർക്ക് കൊടുക്കുമോ ഈ സാധനം, അപ്പം കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി കിട്ടുമല്ല. അപ്പം ബിടെക് നമ്മൾ കഴിഞ്ഞെന്ന് വെച്ചോ, ബിടെക് കഴിഞ്ഞാൽ നമ്മൾ വലിയ കാര്യത്തിൽ എഞ്ചിനീയറായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാട്ടിന് വെളിയിലോട്ട് അങ്ങോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങോട്ട് എടുത്ത് കുത്തുമ്പോഴത്തേക്കിന് ജോലിയൊന്നും ആയില്ലയോ മോനെ. ഇന്നലെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ വിചാരം ഇങ്ങനെ ചൂടപ്പം പോലെ വെച്ചേക്കുവാ ജോലി. ബിടെക് അങ്ങോട്ട് കഴിയുമ്പോഴത്തേ, മോനെ വാ, നീ ബിടെക്കിലായിരുന്നു, വാ ജോലി എളുപ്പമുണ്ട് എന്ന്. എവിടാ ഈ നാട് മൊത്തം കറങ്ങി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ജോലി കിട്ടുന്നത്. പക്ഷെ ഇവരുടെ വിചാരം എന്തോ ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണെന്ന്. വേറൊരു കോൾ സെന്റർ വർക്ക് ചെയ്യാൻ പോലും ഇന്റർവ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ IASന്റെ ഇന്റർവ്യൂ പോലെ. അവരുടെ ഭാവം മട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ
കോർപ്പറേറ്റ് കമ്പനിയിലോട്ടാണ് പോകുന്നത്. എന്തും അവിടെ ചെന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് സർ, ഹൗ മേ ഐ ഹെൽപ്പ് യു എന്ന് പറയാനാണ്. ഇനി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി സെറ്റായെന്ന് വെച്ചോ. എവിടെ മോനെ ജോലി? അപ്പോൾ നമ്മൾ പറയും അവിടെ ചേട്ടാ ഇങ്ങനെ മുംബൈയിലാ. മുംബൈയിലാ എന്തു ചിലപ്പം മുംബൈയിലാന്ന് വിചാരിക്കുമ്പോൾ അവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പിഴച്ചു പോകുമായിരിക്കുമല്ലോ എന്നാണ്. ഇനിയിപ്പം എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ജോലിക്ക് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ കൊറോണ വന്ന് അത് കഴിഞ്ഞ് വേറെ ജോലി കിട്ടാതായി. അപ്പോൾ നാട്ടിൽ വരുമ്പോഴത്തേക്കിന് നമ്മളെ കാണുമ്പോഴത്തേക്കിനുള്ള ചോദ്യമാണ്, മോനെ ജോലി വേറെ ഒന്നും ആയില്ലയോ? അപ്പോൾ കുറേ നാൾ നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നുള്ള പറച്ചിലായി. അത് ചേട്ടാ അന്ന് മറ്റേ ഓൺലൈൻ വർക്ക് ഫ്രം ഹോം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും വർക്ക് ഫ്രം ഹോം ചേട്ടാ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി വർക്ക് ഫ്രം ഹോം. അപ്പം നമുക്ക് അതുകൊണ്ട് വീട്ടിന് വെളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇൻ കേസ് എങ്ങാനും പുറത്ത് പോയി കഴിഞ്ഞാലോ അപ്പോഴേ ചോദിക്കും, ഇന്ന് ജോലി ഇല്ലായിരുന്നു, എന്തോ അറിഞ്ഞു വെച്ചോണ്ടുള്ള ഒരു ചോദ്യം പോലാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പിന്നെ വേറെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടിയെന്ന് വെച്ചോ. ജോലി കിട്ടി കഴിഞ്ഞുള്ള അടുത്ത ചോദ്യമാണ് എന്ന് വെച്ചാൽ അവര് പല സമയത്തും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തുള്ള ചോദ്യമാണ്, മോനെ ജോലിയൊക്കെ ആയില്ലേ, കുറെ നാളായി ജോലിയൊക്കെ ആയി, ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇങ്ങനെ നടന്നാൽ മതി, ഒരു കൂട്ട് വേണ്ടേ എന്ന്. ഇനി കല്യാണ മാർക്കറ്റിന്റെ അവസ്ഥ ഞാൻ പറയാം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് 30 വയസ്സിന് മേളിൽ പ്രായമുള്ള ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് വേണ്ട. ഇനി ഈ ഒട്ടുമിക്ക ആൾക്കാരും കമ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ പലർക്കും കല്യാണം വേണ്ടാന്ന് വെച്ചവരായിരിക്കും. ഇനി വേണമെന്ന് വെക്കുന്നവർക്കോ കല്യാണം കഴിക്കാൻ പെണ്ണില്ലാത്ത അവസ്ഥ. കുറെ തപ്പിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പാർട്ട്ണറിനെ കിട്ടുന്നതും കല്യാണം കഴിക്കുന്നതും. ഇനി വല്ലച്ചാല് നമ്മൾ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, ആദ്യത്തെ ഒരു 6 മാസത്തേക്ക് കുഴപ്പമില്ല, നമ്മൾ പുതുമോടിയാന്ന് പറഞ്ഞാൽ അവർ നമുക്കൊരു എക്സ്ക്യൂസ് തരും. ഒരു 6 മാസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിന് ചോദ്യം തുടങ്ങും, മക്കളെ 2 പേരായിട്ട് ഇങ്ങനെ നടക്കുന്ന ശരിയാണോ? ഒരാളൂടെ വേണ്ടേ? കൊച്ചുങ്ങളൊന്നും ആയില്ലയോ? എന്നുവെച്ചാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും നമ്മളുടെ മേളിൽ ഇങ്ങനെ ഭാരങ്ങൾ ഇങ്ങനെ ചുമത്തിക്കൊണ്ടിരിക്കണം. ഇനി കുറെ നാൾ ഇങ്ങനെ കേട്ട് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണെന്ന്. കല്യാണം കഴിക്കുക, കൊച്ചുണ്ടാക്കുക, ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണെന്ന്. ഇനി കുഞ്ഞുണ്ടായെന്ന് വെച്ചോ, കുഞ്ഞുണ്ടായി ഒരു 2-3 വർഷത്തേക്ക് പിന്നെ ഇവരുടെ അനക്കമൊന്നും കാണത്തില്ല. കാരണം ഇവർക്ക് വേറെ ആൾക്കാരുടെ ലൈഫിൽ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നാമത്തെ കുഞ്ഞൊന്ന് വളർന്ന് ഒരു ലെവലൊക്കെ ആയി നമ്മൾ അതിനെ സ്നേഹിച്ച് അവന്റെ കൂടെ കളിച്ചിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞിനെ കൊണ്ട് വീടിന് പുറത്തോട്ട് കാലെടുത്ത് വെക്കുമ്പോ ചോദിക്കുന്നത്, ഇവനൊരു കൂട്ട് വേണ്ടേ? അവൻ ഒറ്റയ്ക്ക് കിടന്ന് വളരുന്ന കഷ്ടമല്ലേ, അവനൊരു കൂട്ടുണ്ടേ നല്ലതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ കറക്റ്റ് കല്യാണം, അത് പഠിത്തം, അത് കഴിഞ്ഞ് ജോലി, അത് കഴിഞ്ഞ് കല്യാണം, ഇനി കല്യാണമായി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ, ആദ്യത്തെ കുഞ്ഞായി കഴിഞ്ഞ് 2ാമത്തെ കുഞ്ഞ്, ഇങ്ങനെ പോവും. ഇനി ഈ 2ാമത്തെ കുഞ്ഞ് വളർന്നു വെച്ചോ, അടുത്ത ചോദ്യം നമ്മൾ എന്തോ പ്രതീക്ഷിച്ചിരിക്കേണ്ടെന്നറിയാമോ? ഇവനെ സ്കൂളിൽ ചേർക്കണ്ടേ? അത് കഴിഞ്ഞ് ഇവരുടെ കാര്യം വിട്ടു, ഇവന് കല്യാണം നോക്കണ്ടേ? ഇപ്പം പഠിച്ചു ഇവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് എവിടാ ചേർക്കുന്നത്? ഇതിനെ കുഞ്ഞിനെ വലുതാക്കി ഏതെങ്കിലും സ്കൂളിൽ ചേർത്ത് നല്ല രീതിയിൽ പഠിപ്പിക്കണ്ടേ? ഇതുള്ള കാര്യങ്ങളാണ് ഇവർക്ക് അറിഞ്ഞാൽ മതി. ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നുള്ള മെയിൻ പരിപാടികൾ ഇതൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഇൻവോൾവ് ആവുക. പിന്നെ ഇനിയിപ്പോൾ നാട്ടിലൊരു ഉത്സവം വന്നോ, എന്തെങ്കിലും നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഉത്സവം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തുക, നല്ല കാര്യം ഒരിക്കലും പറയില്ല. ആകെ അതിനകത്ത് മുടക്കിടാൻ മാത്രമായിരിക്കും വരുന്നത്. ഇനി ഒരു പരിപാടിയാണെങ്കിൽ ആദ്യം ഇങ്ങനൊന്നും അല്ലടേ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയും. കഞ്ഞി സദ്യയോ എന്തെങ്കിലും വെച്ചെന്ന് വെച്ചു, അപ്പോഴും ഞങ്ങളുടെ സമയത്ത് ചുമ്മാതാ, നമുക്ക് അവരുടെ മെയിൻ പറച്ചില്ല, ഞങ്ങളുടെ സമയത്ത് ഇതൊന്നും അല്ലായിരുന്നു, വലിയ സംഭവമായിരുന്നു എന്നൊക്കെയാ. പക്ഷെ ചുമ്മാതാ, കാരണം നമുക്ക് ആരും ഇല്ല. ഇവരുടെ ജനറേഷൻ ഇനി ബാക്കിയുള്ള ആകെ 2 പേര് ഇവര് മാത്രമാണ്. അതുകൊണ്ട് വേറെ ആരോടെങ്കിലും നമുക്ക് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല, എല്ലാവരും പോയി. അപ്പൊ ആകെ എന്ന് പറഞ്ഞാൽ ഇവരെ ഇടങ്ങോലിടുക, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് അടിക്കാൻ ഇവരെ കഴിഞ്ഞുള്ള ആൾക്കാർ.
ഏതൊരു പരിപാടി മംഗളമായിട്ട് നടത്തണമെന്ന് വെച്ചാലും ആദ്യം വന്ന് മുടക്ക് പറയുന്നത് ഇവരായിരിക്കും. പിന്നെ ഇവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡായിട്ട് ഒഴിവാക്കിയിട്ടായിരിക്കും മിക്ക ആൾക്കാരും പരിപാടികൾ നടത്തുന്നതും കളറാക്കുന്നതും. എന്തൊരു പരിപാടി ചെയ്താലും മുടക്ക് പറയാനുള്ളവർ മാത്രമേ ഉള്ളൂ ഇവർ. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ സജഷനാണ് ഇവർ പറയുന്ന ഈ ചെവി കട കേൾക്കുക, ഈ ചെവി കട കളഞ്ഞേക്കുക, എന്നിട്ട് ലൈഫിൽ അവനവന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ദാറ്റ്സ് മൈ ടൈം. താങ്ക് യു. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.